ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലിവർ ഇഷ്ടമില്ലാത്തവർക്ക് പോലും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവുന്ന തരത്തിൽ നല്ല എരിവോട് കൂടി ലിവർ വെളിച്ചെണ്ണയിൽ തക്കാളിയൊക്കെ ചേർത്ത് വരട്ടിയെടുക്കുന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഡെലിവറി ഒക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സ്ത്രീകൾക്ക് ഒരു മരുന്നായിട്ട് നിർബന്ധമായിട്ടും ലിവർ കഴിക്കേണ്ടി വരും. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ലിവർ കറി വെക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്കും അവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. ചിക്കൻ ലിവറാണ് ഞാനൊന്നും ഉണ്ടാക്കി കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് സെയിം മെത്തേഡിൽ ബീഫിൻ്റെയും മട്ടൻ്റെയും ഒക്കെ ലിവർ വെച്ചിട്ടുണ്ടാക്കാവുന്നതാണ്. മട്ടൻ്റെയും ബീഫിൻ്റെയും ലിവറാണെങ്കിൽ കുക്കറിലൊന്ന് വേവിച്ചെടുക്കണമെന്ന് മാത്രം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം 1/2 കിലോ ലിവറിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 കുടം വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ്, 1 തക്കാളി, കുറച്ച് കറിവേപ്പില, എരിവിനനുസരിച്ച് പച്ചമുളക് നടുക്കീറിയത്, 1/4 കപ്പ് വെള്ളം ഇവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലിവർ ഒന്ന് നന്നായി വേവിച്ച് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. നിങ്ങൾ ബീഫിൻ്റെയും മറ്റു ലിവറാണ് എടുക്കുന്നതെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് സെയിം ഇൻഗ്രീഡിയൻസ് ചേർത്ത് കുക്കറിൽ 3 വിസിൽ വരുന്നത് വരെ വേവിച്ചതിന് ശേഷം വെള്ളം വറ്റിച്ചെടുക്കുക. ചിക്കൻ്റെ ലിവറിന് അധികം വേവില്ലാത്തത് കൊണ്ടാണ് ഞാൻ കുക്കറിൽ വേവിക്കാത്തത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ലിവർ പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇപ്പൊ വെള്ളം നല്ല പോലെ വറ്റി തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് ലിവർ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് നല്ല പോലെ ഒന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ലിവർ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഫ്രൈ പോലെ വരട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്താൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാകും. വെളിച്ചെണ്ണയൊക്കെ കൂടുതൽ ഒഴിക്കും തോറും ടേസ്റ്റും കൂടും. നിങ്ങളുടെ ഹെൽത്തിനും ടേസ്റ്റിനും ഒക്കെ അനുസരിച്ച് വെളിച്ചെണ്ണ കൂട്ടിയും കുറയ്ക്കൊക്കെ ചെയ്യുക. എല്ലാവർക്കും അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.